നമസ്കാരം. നല്ലയിടത്ത് അടുക്കളയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ ദോശ ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അരിമാവ് കഴിഞ്ഞ ദിവസമാണ്. സാധാരണ ഇവിടെ അരിമാവ് അങ്ങനെ കഴിയലില്ല. അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്തറിയോ, നമ്മുടെ കാറ്റ്കോ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അത് ഇവരുടെ പ്രൊഡക്ഷൻ എവിടെയാണെന്ന് വെച്ചാൽ കാറൽമണ്ണയിലാട്ടോ, പാലക്കാട് ജില്ലയിലെ കാറൽമണ്ണ, ചെറുപ്പശ്ശേരിക്കപ്പുറം പെരിന്തൽമണ്ണ റൂട്ടിലാണ് കാറൽമണ്ണ പറഞ്ഞ സ്ഥലം. അവരുടെ പ്രൊഡക്ട്സാണത്, കാറ്റ്കോ എന്ന് പറഞ്ഞിട്ട്. ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് കർഷകരും പിന്നെ കുറേ റിട്ടയർഡ് അധ്യാപകരും അങ്ങനെ കുറേ ആൾക്കാരുടെ കൂടെ ഒരു കൂട്ടായ്മയാണ് കാറ്റ്കോ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ കുറച്ച് നല്ല സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അവരുടെ. അപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 2 കൊല്ലമായിട്ട്, ഒരു 3-4 കൊല്ലമായി തുടങ്ങിയിട്ട് തോന്നും, 2 കൊല്ലമായിട്ട് ഞാൻ ഇവരുടെ പ്രൊഡക്റ്റാണ് ഈ ഇപ്പോൾ നൂഡിൽസൊക്കെ. പൊതുവെ നൂഡിൽസൊക്കെ കഴിക്കുന്നതല്ല, എന്നാലും ഇവിടെ കുട്ടികൾ വരുമ്പോഴോ ഒക്കെ അവർ നൂഡിൽസ് അവരുടെയാണ്. അതിങ്ങനെ പലതരം ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ചോളത്തിൻ്റെ അങ്ങനെ എന്തോ ആണ്. ഓരോ നൂഡിൽസും ഓരോ സാധനങ്ങളെ കൊണ്ടൊക്കെ ഉണ്ടാക്കണം. ഈ പറയുക, റാഗി കൊണ്ടും പിന്നെ ഗോതമ്പ് കൊണ്ടും ഒക്കെ നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഇത് അവരുടെ സേമിയാണ്. ഇത് തിനയാണ്, തിനോണ്ട് സേമിയ. അത് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ അവർ നല്ല ശുദ്ധമായിട്ടുള്ള കൂവപ്പൊടിയാണ്. കൂവപ്പൊടി എനിക്ക് അങ്ങനെ വാങ്ങേണ്ടി വരാറില്ല കേട്ടോ, ഇവിടെ ഉണ്ടാവുക കാരണം. ഇത് ദോശ മിക്സാണ്, ന്യൂട്രി ദോശ മിക്സ്, അങ്ങനെയാണ് അതിൻ്റെ പേര്. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിന് മുമ്പേ ഉണ്ടാക്കിയത്. പക്ഷേ നമ്മുടെ സാധാരണ ചട്നി കൂട്ടി കഴിക്കാൻ അതൊരു ടേസ്റ്റ് ഇല്ല. അപ്പം ഞാനെന്താ ചോദിച്ചാൽ, നമ്മുടെ തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പുളിഞ്ഞിയൊക്കെ വഴറ്റിയിട്ടൊരു ചട്നിയാണ്. മുളകും ഇപ്പോൾ കൂട്ടി വഴറ്റിയിട്ട് ഒരു ചട്നിയാണ് അരക്കില്ല, മുളക് എരിവ് പാകത്തിന്. അതുകൊണ്ട് നല്ലതായിട്ടും അരയ്ക്കും, അങ്ങനെ പറയാം. ഇതിലേക്കുള്ളത് ചമ്മന്തി, അതാണ് സ്വാദം കേട്ടോ. അപ്പം ഞാൻ ഈ സാധനം നല്ല ടേസ്റ്റാണ്, അതൊന്ന് കാണിക്കുകയും ചെയ്യാം. പിന്നെ നല്ല സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും കുറച്ച് വാങ്ങിയാൽ മതി, ഉള്ളത് നല്ലത് ഉപയോഗിക്കുക എന്നുള്ളൊരു പോളിസിക്ക് എത്തിത്തുടങ്ങിയാണ് ഞാനിപ്പോൾ. എപ്പോഴും നടന്നോളണമെന്നില്ല. നല്ല സാധനങ്ങൾ കിട്ടണമെങ്കിൽ വില കൂടുതൽ കൊടുക്കണം എന്നുള്ളതറിയാം. പൈസ കൂടുതലാണ് എന്താ വെച്ചാൽ അവർക്ക് ആ സാധനങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളൊരു പാട്. ഇവരുടെ നല്ലെണ്ണ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ലെണ്ണ എന്താ പറയുക, എനിക്ക് അതിൻ്റെ വാസനയ്ക്ക് തന്നെ വ്യത്യാസം കേട്ടോ. നല്ലെണ്ണ ഒരു പണ്ടത്തെ നല്ലെണ്ണയുടെ ഒരു വാസന വരും. ഇത് വയ്ക്കുമ്പോൾ എത്ത് വയ്ക്കാനും കൂടി എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്കത് എത്ത് വെച്ചാൽ മുതലാവില്ല, ഭയങ്കര വിലയാണ്. എള്ള് പറയുന്നേക്കണേ, എള്ള് 3-4 തരം എള്ളുണ്ട് അത്ര. ഞാനത് ഇൻസ്റ്റയിലിട്ടാലൊരു വീഡിയോ ഇട്ട് കണ്ടു. അപ്പോഴാണ് ഞാൻ അതിന് വെള്ളയും കറുപ്പുണ്ട് ധരിച്ചിട്ടുണ്ട് നല്ലാണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ട് ധരിച്ചിട്ടില്ല. അപ്പോൾ പാകത്തിന് വെള്ളം എടുക്കുക, ഉപ്പിടുക, ഒട്ടി പിടിക്കണമൊന്നുമില്ല. ഞാൻ പിന്നെ നോൺ സ്റ്റിക്ക് അല്ല ഉണ്ടാക്കൽ, സാധാരണ ദോശത്തട്ടിലാണ്. എന്നാലും ഒരു കുഴപ്പമില്ല, എണ്ണ പറ്റിയിട്ട് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയാണ്. പിന്നെ ഇങ്ങനെ അല്ലാണ്ട് ഇതിൽ ഉള്ളി തക്കാളിയൊക്കെ നുറുക്കിയിട്ടാൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്ന പ്രൊഡക്ഷനിലെ ആൾക്കാരനെ ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവില്ല, ഈ കാറ്റ്കോക്കാരനെ ചിലപ്പോൾ ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും അങ്ങനെയും ഉണ്ടാക്കി വെക്കും ഈ ദോശ. പ്ലെയിനായിട്ട് നല്ല സ്വാദാണ്. ഇത് കലക്കുമ്പോൾ തന്നെ നല്ലൊരു വാസനയൊക്കെ വരും കേട്ടോ. എനിക്കൊന്നും ഞാൻ പൊതുവെ ഒരു 3 ദോശ തിന്നാം. ഇതാണെങ്കിൽ 3 നല്ല വിശപ്പുള്ളത് 4 തിന്നും. നല്ല കഷ്ടിയാണ്. 3 എണ്ണമാണ് എൻ്റെ ഒരു കണക്ക്. ഇതാണെങ്കിൽ എനിക്ക് 2 എണ്ണേ പറ്റുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഇത്തിരി ഹെവിയാണ് സാധനം, അതാണ് തോന്നുന്നു. കലക്കാനൊന്നും നമുക്ക് ഗോതമ്പ് കലക്കണം എന്ത് തന്നെ കേട്ടോ, ബുദ്ധിമുട്ടില്ല, നല്ല എളുപ്പമാണ്. നല്ലെണ്ണയിലോ വെളിച്ചെണ്ണയിലോ എന്തെങ്കിലും വഴറ്റാം കേട്ടോ. നല്ലെണ്ണയിൽ തന്നെ വഴറ്റണേ. ഈ ചമ്മന്തിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് എനിക്കല്ലേ. ബട്ടറയോ നെല്ലിയോ മുളക് ഉപ്പിടുക കേട്ടോ. മുളക് പൊടിയോ, ഇത് കാശ്മീരി മുളകാണ്. മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടി ഇടാം. ഒരു 4 അരി വെളുത്തുള്ളി ഒക്കെ ഉണ്ട് ഇതിൽ. ഇത് എണ്ണ ഒഴിച്ചില്ല.
ഞാൻ ഒരു നുള്ളു മഞ്ഞപ്പൊടി കൂടെ ഇടാറുണ്ട് കേട്ടോ ഇതിൽ, ഒരു ഫ്ലേവർ വരാൻ. ഊണവിടെ ഗ്യാസൊക്കെ പ്രതിസന്ധിയിലാണല്ലേ എല്ലാവർക്കും. ഞാനിപ്പോൾ പാലും കൂടെ ഈ എളുപ്പത്തെ കാച്ചില്ല കേട്ടോ. അമ്മ വിളിക്കുമ്പോൾ പറയുന്നുണ്ട് ഊതണ്ട, അടുപ്പിൽ ഊതണ്ട, ശ്വാസം മുട്ട് വരുന്നൊക്കെ. അല്ല ഇവിടെ അങ്ങനെ എല്ലാവരും ഊതി കത്തിക്കേണ്ടി വരുന്നില്ല. നമുക്കിങ്ങനെ ഉണങ്ങി വിറക് ഇഷ്ടംപോലെയുള്ള കാരണമേ ഇടയ്ക്ക് പുകയ്ക്കുന്നതൊക്കെ എന്താ വെച്ചാൽ ഒരു കേമത്തം കാണിക്കാൻ വേണ്ടിയിട്ട് പുകയ്ക്കുന്നത് അത്രയേ ഉള്ളൂ. ടൗണിലൊക്കെ താമസിക്കുന്നവരുടെ കാര്യമാണ് കഷ്ടമല്ലേ, എന്താ ചെയ്യുക. ഇപ്പം എന്തൊക്കെയോ തരം അടുപ്പുകളൊക്കെ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കാണാറുണ്ട് കേട്ടോ. നല്ലതാണോ ഇൻസ്റ്റയില്ല. തക്കാളി കുഞ്ഞു കുഞ്ഞു തക്കാളി കണ്ട് അത് ഇവിടെ ഉണ്ടായതാട്ടോടാണ്. തക്കാളി മാത്രം ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പുളിഞ്ഞിട്ടത് വേണം. ഇത്ര വഴുന്നാൽ മതി കേട്ടോ. അപ്പം അത് വാങ്ങട്ടെ. ഏതാണ്ട് ചൂടാറട്ടെ എന്നിട്ട്. അയ്യോ വിറകിങ്ങനെ നല്ല കത്തണതാണ്, നല്ല സുഖമാണ്. ഒരു കൊള്ളി ഇങ്ങനെ വെച്ച് കൊടുത്താൽ ദോശ ഉണ്ടാക്കാനും ഒക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ അതാണ് സംഭവം. മറ്റേ ദോശയ്ക്ക് ഒത്തിരി വെള്ളം കൂടുതലാക്കണം കേട്ടോ. എനിക്ക് പൊതുവേ ദോശമാവിൻ്റെ ഇത്തിരി കട്ടിയിലാണ്, ഇത്തിരി കട്ടിയിലാക്കണം. പിന്നെ വല്ലാണ്ട് തീ കത്തുകയും വേണ്ട, അങ്ങനെ കായാൻ പാടില്ല. അതിപ്പോൾ ഏത് ദോശയ്ക്കും അങ്ങനെയാണ്. എന്നാലും ഇതിന് ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ലേ, വല്ലാണ്ട് ഇവിടെ കാഞ്ഞാൽ അങ്ങോട്ട് ചുരുള്ളൂ. അത് വേഗം എടുക്കാനും കിട്ടും കേട്ടോ. എന്താ സുഖം. ഇത് ചമ്മന്തി കൂടെ അടിച്ചുതരാം. ഒന്ന് ചൂടാറുന്നു നന്നായി. അമർത്തിങ്ങനെ കരയൊന്നും നോക്കാൻ പറ്റില്ല കേട്ടോ. പതുക്കെ ഇത്തിരി ശ്രദ്ധിച്ച് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചമ്മന്തി അരക്കട്ടെ. ഇതിലൊരു സാധനം കൂടി ഇടാറുണ്ട് കേട്ടോ, കായപ്പൊടി. മറന്നു. വെള്ളം കൂട്ടാണ്ട് അരച്ചത് 2 ദിവസമൊക്കെ ഇരിക്കും കേട്ടോ, സുഖമായിട്ട്. അപ്പോൾ ഈ ചമ്മന്തി സാധാ ദോശയിലേക്കും പറ്റും, ഗോതമ്പ് ദോശയിലേക്കും ഒക്കെ സാധാരണ. ഇതിലിങ്ങനെ സമാധാനപ്രിയമായ ദോശയിലേക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കാറ്റ്കോൻ്റെ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത് നാട്ടകത്തിൽ കിട്ടും. പിന്നെ എവിടേക്ക് കിട്ടുക എന്നുള്ളത് ഞാൻ ഇതിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പറ്റുന്നവർ വാങ്ങൂ, നല്ല സാധനമാണ്, ഉപയോഗിച്ച് നോക്കൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.